കർത്താവിൻ്റെ മഹത്വമുള്ള നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവത്തിൻ്റെ സന്നിധിയിൽ ഒരു തവണ കൂടി കടന്നു വരികയും തിരുവചനം പഠിക്കുവാൻ കർത്താവ് ഒരുക്കിയ നല്ല അവസരത്തെ ഓർത്ത് ദൈവത്തിന് മഹത്വം കരയറ്റുന്നു. കഴിഞ്ഞ ക്ലാസ്സിൽ നാം പഠിച്ച് തുടങ്ങിയത് ആത്മനിറവ് എന്ന് പറയുന്ന വിഷയത്തെക്കുറിച്ചാണ്. അതായത് ഇൻഫില്ലിംഗ് ഓഫ് ദ ഹോളി സ്പിരിറ്റ്, പരിശുദ്ധാത്മ നിറവ് എന്ന് പറയുന്ന വിഷയത്തെക്കുറിച്ചാണ് നാം കഴിഞ്ഞ ആഴ്ചയിൽ പഠിച്ച് ആരംഭിച്ചത്. അതിന് ആധാരമായി നമ്മൾ അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം 2-ാം അധ്യായം 4-ാമത്തെ വാക്യം വായിക്കുകയും അതിനോട് അനുബന്ധിച്ച് കുറെ കാര്യങ്ങൾ പഠിക്കുകയും ചെയ്യുവാൻ ദൈവം സഹായിച്ചു. ആത്മാവിൻ്റെ നിറവിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയുടെ ആത്മനിറവിൻ്റെ സവിശേഷത എന്താകുന്നു എന്നതിനെ കുറിച്ചാണ് ചിന്തിച്ചു തുടങ്ങിയത്. അതിൻ്റെ ഭാഗമായി നാം ഒരുമിച്ച് പഠിച്ചുകൊണ്ടിരിക്കുന്നത് ആത്മാവിൻ്റെ ഫലത്തെക്കുറിച്ചാണ്. അതായത് ആത്മനിറവ് ഉള്ള ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ പ്രകടമാകുന്ന വലിയ ഒരു അനുഭവമാണ് ഈ ആത്മാവിൻ്റെ ഫലം എന്ന് പറയുന്നത്. ആത്മനിറവുണ്ട് എന്ന് കേവലം അവകാശപ്പെടുന്നു, അതല്ലാതെ അതിൻ്റെ അടിസ്ഥാനത്തിൽ ജീവിതത്തിൽ പ്രവൃത്തിക്കും കാഴ്ചപ്പാടിനും ആഗ്രഹങ്ങൾക്കുമൊക്കെ മാറ്റം വരുന്നില്ല എങ്കിൽ ആ അവകാശം അല്ലെങ്കിൽ ആ ഒരു വിശ്വാസം ശരിയാകുകയില്ല. ആത്മനിറവ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ശരിയായ ഒരർത്ഥം വെളിപ്പെടുത്തുന്ന ജീവിതമാണ് ആത്മാവിൻ്റെ ഫലമുള്ള ജീവിതം. ആത്മാവിൻ്റെ ഫലം എന്നതിൽ ഒന്നാമത്തെ കാര്യമാണ് ആദ്യം ചിന്തിച്ചത് കഴിഞ്ഞ ക്ലാസ്സിൽ. അതായത് സ്നേഹം. അതിനുപയോഗിച്ചിരിക്കുന്ന ഗ്രീക്ക് വാക്ക് അഗാപ്പെ എന്നാണെന്നും ആ സ്നേഹത്തിൻ്റെ പ്രത്യേകത നിർവ്യാജ സ്നേഹമാണെന്നും നാം പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്തു. ആ സ്നേഹം ദൈവമായ കർത്താവിൽ വിശ്വസിക്കുന്ന ഒരാളിൽ റോമാലേഖനം 5:5 വായിക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയങ്ങളിൽ ആ ദൈവസ്നേഹത്തെ, നമ്മുടെ ഹൃദയത്തിൽ ദൈവത്തിൻ്റെ സ്നേഹത്തെ വെച്ചിരിക്കുന്നു എന്ന് വായിക്കുന്നു. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അത് പകർന്നിരിക്കുന്നതായിട്ട് വായിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ലേഖനങ്ങളുടെ മറ്റ് പല ഭാഗത്തും സ്നേഹത്തിൽ നടക്കേണ്ടതും സ്നേഹത്തിൽ ജീവിക്കേണ്ടതിൻ്റെയും കൂട്ടായ്മ പുലർത്തേണ്ടതിൻ്റെയും വ്യക്തിപരമായിട്ട് അന്യോന്യം സഹകരിക്കുമ്പോൾ ഒക്കെ ഈ സ്നേഹം വളരെ അർത്ഥവത്തായിട്ട് ജീവിതത്തിൽ ഉണ്ടാകണം എന്ന് പല ഭാഗത്തായിട്ട് അപ്പോസ്തലന്മാർ എഴുതിയിരിക്കുന്നത് കാണാനായിട്ട് സാധിക്കും. അത് അപ്പോസ്തലന്മാരുടെ ഉപദേശത്തിൽ മാത്രം ഒതുങ്ങിക്കിടന്നല്ല, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പഠിപ്പിക്കലിലും സ്നേഹത്തിൻ്റെ പ്രാധാന്യത കർത്താവ് എടുത്ത് പറഞ്ഞിട്ടുണ്ട്. കർത്താവ് പഠിപ്പിച്ചപ്പോൾ പറഞ്ഞത്, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും തമ്മിൽ സ്നേഹിക്കുവിൻ എന്നാണ്. അപ്പോൾ കർത്താവ് അവരെ സ്നേഹിക്കുവാനായിട്ട് ആഹ്വാനം ചെയ്തത് കർത്താവിൻ്റെ സ്നേഹത്തെ മുൻനിർത്തിക്കൊണ്ടാണ്. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും എന്ത് ചെയ്യുക, തമ്മിൽ സ്നേഹിക്കുക. അപ്പോൾ ആത്മാവിൻ്റെ ഫലത്തിൻ്റെ ഭാഗമായി നമ്മിൽ ഉണ്ടാകുന്ന സ്നേഹം എന്ന് പറയുന്നത് പരസ്പരം സഹായിക്കാനും ക്ഷമിക്കാനും പരസ്പരം ഭാരങ്ങളെ പങ്കുവെക്കാനും ആ രീതിയിലൊക്കെ ഒരു നല്ല കൂട്ടായ്മയ്ക്ക് സഹായിക്കുന്നതാണ് ഈ സ്നേഹം എന്ന് പറയുന്നത്. രണ്ടാമത് സന്തോഷമാണ്. സ്നേഹം, സന്തോഷം എന്ന് പറയുമ്പോൾ അതിൻ്റെ മൂലപദത്തിൻ്റെ അർത്ഥം ദൈവ സ്നേഹത്തിൽ നിന്ന്, കൃപയിൽ നിന്ന്
ദൈവം ചൊരിയുന്ന അനുഗ്രഹങ്ങളിൽ നിന്ന്, വാഗ്ദത്തങ്ങളിൽ നിന്നൊക്കെയാണ് നമുക്ക് ദൈവഹിതപ്രകാരമുള്ള സന്തോഷം ജീവിതത്തിൽ ഉണ്ടാകും. പലതരത്തിലുള്ള സന്തോഷങ്ങൾ ഉണ്ട്. ചിലത് കേവലം ചില മിനിറ്റിലേക്ക് മാത്രം ആയുസ്സുള്ളതാകാം. എന്നാൽ ഈ സന്തോഷം എന്ന് പറയുന്നത് ആ രീതിയിലുള്ളത് അല്ല. അങ്ങനെ കേവലം ജീവിതത്തിൽ വന്നു പോകുന്ന ഒരു സന്തോഷം എന്നതിനേക്കാൾ അപ്പുറത്ത് ജീവിതത്തിൽ നിലനിൽക്കുന്നതും അനേക ആളുകളെ പ്രതീക്ഷയിലേക്ക് കരം പിടിച്ച് കൊണ്ടുവരുന്നതിന് സഹായിക്കുന്നതുമായ ഒരു സന്തോഷം, ആ രീതിയിലുള്ളൊരു സന്തോഷത്തിന്റെ പ്രവൃത്തിയെക്കുറിച്ചാണ് ഈ ഭാഗത്ത് കാണാനായിട്ട് കഴിയുന്നത്. ദൈവത്തിന്റെ സ്നേഹം അതിൽ വസിക്കുകയും ജീവിക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുകയും ചെയ്യുന്ന ആളുകളിൽ ദൈവം പകർന്നിരിക്കുന്ന സന്തോഷം ഉണ്ടാകും. ആ സന്തോഷത്തിൽ അവർക്ക് നല്ല ജീവിതം നയിക്കാനും അനേകരെ ദൈവമായ കർത്താവിലേക്ക് നയിക്കുന്നതിന് വേണ്ടിയും സുവിശേഷ പ്രസംഗങ്ങൾ ആത്മാർത്ഥതയോടെ, വിശ്വാസത്തോടെ, പരിഭവങ്ങളും ആവലാതികളും ഒന്നും കൂടാതെ അറിയിക്കുവാനുള്ള സമർപ്പണവും മനോഭാവവും ഉണ്ടാകും. അപ്പോസ്തലനായ പൗലോസ് സന്തോഷിക്കുവാൻ ഏറ്റവും കൂടുതൽ ആവശ്യപ്പെട്ടിരിക്കുന്നത് ഫിലിപ്പിയ സഭയിലെ വിശ്വാസികളോട്. പലപ്പോഴും അദ്ദേഹം പറയുന്നു, റിജോയ്സ് ഇൻ ദി ലോർഡ്, കർത്താവിൽ സന്തോഷിക്കുക. അതെ, പിന്നെയും ആ കാര്യം തന്നെ പറയുന്നതിൽ എനിക്ക് ലജ്ജയില്ല, നിങ്ങൾ കർത്താവിൽ സന്തോഷിക്കുക. അപ്പൊ ആ അപ്പോസ്തലന് ശരിക്കും അദ്ദേഹത്തിന്റെ അപ്പോഴത്തെ ജീവിത സാഹചര്യം വെച്ച് നോക്കിയാൽ സന്തോഷിക്കാൻ പറ്റിയതായ സാഹചര്യങ്ങളൊന്നും ജീവിതത്തിൽ ഇല്ലായിരുന്നു. പ്രതികൂലവും പ്രതിസന്ധിയും തടവും അങ്ങനെയൊക്കെയുള്ള അവസ്ഥകളിലൂടെയാണ് അദ്ദേഹം കടന്നുപോയത്. പക്ഷേ ആ അവസ്ഥകൾക്കൊന്നും അദ്ദേഹത്തിന്റെ സന്തോഷത്തെ കെടുത്തിക്കളയാൻ കഴിഞ്ഞില്ല. അതുകൊണ്ടാണ് കാരാഗ്രഹത്തിലായിരുന്നപ്പോഴും, പ്രതിസന്ധികളിലായിരുന്നപ്പോഴും, സമ്മർദ്ദങ്ങളിൽ നിലനിന്നപ്പോഴും, പീഡനങ്ങൾ ഏറ്റപ്പോഴും ഒക്കെ അപ്പോസ്തലൻ മറ്റുള്ളവരോട് പറയുന്നു, നിങ്ങൾ ക്രിസ്തുവിൽ സന്തോഷിക്കുന്നവരായി ഇരിക്കുക. അപ്പൊ ജീവിതത്തിൽ മേൽപ്പറഞ്ഞ കാര്യങ്ങളൊന്നും നമ്മുടെ സന്തോഷത്തെ എടുത്തു കളയുകയോ കെടുത്തിക്കളയുകയോ ചെയ്യുകയില്ല. കർത്താവായ യേശുക്രിസ്തുവുമായിട്ടുള്ള ബന്ധവും തിരുവചനത്തോടുള്ള ആത്മാർത്ഥതയും അനുസരണവും നാം നിലനിർത്തുന്ന പക്ഷം ജീവിതം സന്തോഷമുള്ളതായിട്ട് തന്നെ തീരും. സന്തോഷമുള്ള ജീവിതം നയിക്കാനായിട്ട് ദൈവം നമ്മെ സഹായിക്കുകയും ചെയ്യും എന്നുകൂടി അറിയുക. അപ്പോൾ ആ സന്തോഷം നമ്മിലേക്ക് ദൈവം കൊണ്ടുവരുന്ന രീതികളാണ് പറഞ്ഞത്. ഒന്ന്, ദൈവസ്നേഹമുള്ള ആളുകളിൽ സന്തോഷമുണ്ടാകും. രണ്ട്, ദൈവത്തിന്റെ കൃപയെ ബഹുമാനിക്കുന്ന, ദൈവത്തിന്റെ കൃപയിൽ നിലനിൽക്കുന്ന ആളുകളിൽ സന്തോഷത്തിന്റെ ആഴം കാണാൻ സാധിക്കും. മൂന്ന്, ദൈവം നമ്മെ അനുഗ്രഹിക്കുന്നു, അപ്പോൾ നമുക്ക് സന്തോഷം ഉണ്ടാകും. ദൈവം നമ്മെ അനുഗ്രഹിക്കും. എല്ലാ കാലത്തും കഷ്ടവും പ്രയാസവും നിരാശയും അനുഭവിച്ച് ജീവിതം തള്ളി നീക്കാനല്ല ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നു. നമ്മുടെ വിളിയോടും തിരഞ്ഞെടുപ്പിനോടും ഒക്കെയുള്ള ബന്ധത്തിൽ സുവിശേഷത്തിന്റെ അഭിവൃദ്ധിക്കായിട്ട് കഷ്ടങ്ങൾ ഉണ്ടാകാറുണ്ട്. അത് പല രീതിയിലുള്ള കഷ്ടങ്ങൾ നമുക്കുണ്ടാകാറുണ്ട്. അതെല്ലാം യാഥാർത്ഥ്യം. എന്നാൽ ദൈവം വിളിച്ചത് ഒരായുസ് മൊത്തവും കഷ്ടം സഹിച്ച് നിരാശപ്പെട്ട് മറ്റുള്ളവരെയും വിമർശിച്ച് വലിയൊരു പരാജിതനായി അല്ലെങ്കിൽ ഒരു പരാജിതയായി മരിക്കാനല്ല. ദൈവം നമ്മെ വിളിച്ചിട്ടുണ്ടെങ്കിൽ ജീവിതത്തിന്റെ സാഹചര്യങ്ങളൊക്കെ ദൈവം മെച്ചപ്പെടുത്തും. അതിൻ്റെയൊക്കെ പിന്നിൽ ദൈവത്തിന് ദൈവികമായ ഉദ്ദേശങ്ങളുണ്ട്. അപ്പോസ്തലനായ പൗലോസ് അദ്ദേഹം തടവറയിൽ കിടന്നപ്പോഴും പീഡനം അനുഭവിച്ചപ്പോഴും ആളുകൾ അദ്ദേഹത്തെ
കൊല്ലാൻ ശ്രമിച്ചപ്പോഴും എല്ലാം ക്രിസ്തുവിൽ സന്തോഷവും ധൈര്യവുമുള്ള ഒരു വ്യക്തിയായിട്ടാണ് മുന്നോട്ട് പോയത്. യേശു ക്രിസ്തുവിന്റെ കൃപ അദ്ദേഹത്തിന്റെ ജീവിതത്തിലുണ്ട്. ആ കൃപയിൽ അദ്ദേഹം വലിയ സന്തോഷം അനുഭവിച്ച ആളാണ്. കാരണം കൊരിന്ത്യർ ലേഖനത്തിൽ പറയുന്നുണ്ട്, 3 തവണ അപേക്ഷിച്ചു, പക്ഷെ ദൈവം പറയുന്നു എൻ്റെ കൃപ നിനക്ക് മതി, അത് ബലഹീനതയിൽ തികഞ്ഞു വരുന്ന ദൈവശക്തിയാണ്. അദ്ദേഹത്തെ അലട്ടിയ ആ പ്രശ്നത്തെ പൂർണ്ണമായും മാറ്റിക്കളയാം എന്നല്ല അവിടെ അദ്ദേഹത്തോട് ദൈവം പറഞ്ഞത്. അതെല്ലാം ഉള്ളപ്പോൾ തന്നെ ദൈവം അദ്ദേഹത്തെ കുറിച്ച് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ചെയ്യുന്നതിന് ഈ പ്രതിസന്ധികളും ബലഹീനതകളും ഒന്നും തടസ്സമാകത്തില്ല. കാരണം അതിനെല്ലാം നിയന്ത്രിക്കാൻ പറ്റിയതായ ഒരു ദൈവശക്തി ദൈവത്തിന്റെ കൃപയിൽ നിന്ന് അദ്ദേഹത്തിന്റെ ജീവിതത്തിലേക്ക് ദൈവം നൽകിയിരിക്കുന്നു. അതിൽ തൃപ്തനായി ആ കൃപയിൽ സന്തോഷിച്ച് സമാധാനത്തോടെ ജീവിക്കുവാനായിട്ട് ആവശ്യപ്പെടുകയാണ്. യൂദ പറയുകയാണ്, ചില ആളുകളൊക്കെ സഭയിൽ നുഴഞ്ഞ് കയറുന്നു. അവര് ഈ കൃപയെയും ദൈവസ്നേഹത്തെയും ദൈവത്തിന്റെ കരുണയും ദയയും എല്ലാം പുച്ഛിച്ച്, അല്ലെങ്കിൽ അതിനൊന്നും വേണ്ട രീതിയിൽ വില കൊടുക്കാതെ അവരുടെ ശരീരത്തിന്റെ ആ ഇച്ഛകൾക്ക് അനുസരിച്ച് മാത്രം ജീവിക്കാനായിട്ട് യോഗങ്ങളിൽ വന്ന് ഇരിക്കുന്നവരുണ്ട് എന്ന് യൂദ യേശുവിന്റെ കാലത്ത് ആ ശുശ്രൂഷ ചെയ്ത ആ ദൈവദാസന്മാരോട് അല്ലെങ്കിൽ വിശ്വാസികളോട് അദ്ദേഹം പ്രബോധിപ്പിച്ചു. യേശുവിന്റെ കാലം, അതായത് നമ്മുടെ കർത്താവ് മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റതിന് ശേഷം ഉള്ള ദൈവസഭയ്ക്ക് എഴുതിയ ആ ലേഖനത്തിൽ അദ്ദേഹം ഇത് വ്യക്തമായിട്ട് പ്രതിപാദിക്കുന്നു. അപ്പൊ ദൈവം തരുന്ന അനുഗ്രഹങ്ങൾ അത് നമുക്ക് അവകാശപ്പെട്ടതാണ്. അത് ആത്മീകമായിട്ടും ഭൗതികമായിട്ടുമുണ്ട്. പക്ഷെ ഭൗതികത്തിന്റെ പുറകിൽ മാത്രം നടക്കാൻ പാടില്ല. യേശു കർത്താവിനെ വിളിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും യേശുവിന്റെ നാമത്തിൽ നാം ചെയ്യുന്ന കാര്യങ്ങൾക്കെല്ലാം ഒരു ബിസിനസ് മനസ്സ് ഉണ്ടാകാൻ പാടില്ല. അത് ശരിയായ ഒരു കീഴ്വഴക്കമോ ശരിയായ ഒരു രീതിയോ അല്ല. എന്നാൽ ദൈവം നമ്മുടെ സാഹചര്യങ്ങളെയൊക്കെ മാറ്റി മെച്ചപ്പെടുത്തി കൊണ്ടുപോകും എന്നത് ദൈവത്തിന്റെ വിശ്വസ്തതയാണ്. അതുകൊണ്ട് ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ അത് ആത്മീകമായാലും ഭൗതികമായാലും അത് നാം പ്രാപിക്കുമ്പോൾ സന്തോഷിക്കാനായിട്ട് ദൈവം നമുക്ക് നൽകുന്നതാണ്. ആ സന്തോഷം, ഈ പറയപ്പെടുന്ന സന്തോഷം എന്ന് പറയുന്നത് നമ്മുടെ അവകാശമാണ്. പക്ഷേ ഇഷ്ടമുള്ള പോലെ സന്തോഷിക്കാനുള്ള അനുവാദവുമില്ല. ഇത് നമ്മുടെ അവകാശമാണ്. ഈ സന്തോഷത്തിന് അതിൻ്റെതായ നിയമമുണ്ട്. ആ നിയമങ്ങളെല്ലാം തിരുവചനത്തിന്റെ അടിസ്ഥാനത്തിൽ കർത്താവ് പറഞ്ഞിട്ടുണ്ട്. അല്ലെങ്കിൽ പഴയ നിയമവും പുതിയ നിയമവും ഒക്കെ അത് പറഞ്ഞിട്ടുണ്ട്. ആ ഒരു അടിസ്ഥാനത്തിലാണ് ഈ സന്തോഷത്തെയൊക്കെ ദൈവം തരുന്നതിനെ നിലനിർത്തേണ്ടത്. അടുത്തത് പ്രോമിസസ്, ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ. അതൊക്കെ നമുക്കുണ്ട്. അതുകൊണ്ട് കർത്താവ് പല സന്ദർഭത്തിലും ശിഷ്യന്മാരെ അത് ഓർമ്മിപ്പിക്കുകയും ചെയ്യും. അതിൽ നമ്മൾ ആശ്രയിക്കുന്നു, അത് പറഞ്ഞ് ദൈവത്തിൽ വിശ്വസിക്കുന്നു. അപ്പൊ അത്തരം വിശ്വാസവും ആശ്രയവും ഒക്കെ ജീവിതത്തിൽ ചില സന്ദർഭങ്ങളിൽ നമുക്ക് നമ്മെ തന്നെ തിരിഞ്ഞു നോക്കാനും ദൈവസന്നിധിയിൽ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ ബലപ്പെടാനൊക്കെ സഹായിക്കുന്നതാണ്. അബ്രഹാമിനും സാറയോടും ദൈവം പ്രോമിസ് ചെയ്യുന്നു. ആ പ്രോമിസ് ദൈവം ഓർത്ത് അത് നിവൃത്തിയാക്കി കൊടുക്കുന്നു. അങ്ങനെ പഴയ നിയമവും പുതിയ നിയമവും ഒക്കെ പഠിക്കുമ്പം ദൈവത്തിന്റെ പ്രോമിസസുകളാണ്, വാഗ്ദത്തങ്ങൾ. കൊരിന്ത്യർ ലേഖനത്തിൽ അപ്പോസ്തലൻ എഴുതിയത്, എത്ര അധികം ഉണ്ടായാലും അവനിൽ അത് ഉവ്വ് എന്ന് മാത്രമേ ഉള്ളൂ. എത്ര അധികം പ്രോമിസസ്, വാഗ്ദത്തങ്ങൾ ഉണ്ടായാലും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ സന്നിധിയിൽ അല്ലെങ്കിൽ യേശു ക്രിസ്തുവിൽ അതിന് ഉവ്വ് എന്ന അർത്ഥമേ ഉള്ളൂ, ഉവ്വ് എന്ന് മാത്രമേ ഉള്ളൂ എന്ന് എഴുതിയിരിക്കുന്നു. അപ്പൊ ആത്മാവിന്റെ ഫലത്തിന്റെ ഭാഗമായി ഉണ്ടാകുന്ന സന്തോഷത്തിനകത്ത് ദൈവസ്നേഹമുണ്ട്, ദൈവകൃപയുണ്ട്, ദൈവം തരുന്ന
അനുഗ്രഹങ്ങളുണ്ട്. അതുപോലെ തന്നെ ദൈവം നമ്മളോട് പറഞ്ഞ പ്രോമിസ് ഉണ്ട്. അടുത്തതോ, നമുക്ക് തന്നെ നമ്മുടെ ഉള്ളിൽ ഒരു ബോധ്യം, ഞാൻ എൻ്റെ കർത്താവിനോട് ചേർന്ന് നിന്ന് ജീവിക്കുകയാണെന്നുള്ള ആ ബോധ്യം, അത് നമുക്ക് സന്തോഷം തരും. നിയർനെസ് ടു ഗോഡ്, നമ്മുടെ ദൈവത്തിൻ്റെ അടുക്കലേക്ക്, കർത്താവിൻ്റെ നോട് ചേർന്ന് ജീവിക്കുന്ന ആള്. അതിന് തടസ്സമായി നിൽക്കുന്ന പല കാര്യങ്ങളും ഉണ്ട്. അത് ഉള്ളത് കൊണ്ടാണ് റോമാലേഖനത്തിൽ പറഞ്ഞത്, ഈ ലോകത്തിന് അനുരൂപരാകാതെ മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുക. മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുക. ഈ ലോകത്തിന് അനുരൂപരാകാതെ മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുക. മനസ്സ് പുതുക്കി രൂപാന്തരപ്പെട്ടാൽ എന്താണ് നമുക്കുള്ള ഗുണം? അവിടെ തന്നെ എഴുതിയിരിക്കുന്നു, ദൈവഹിതം തിരിച്ചറിയാനായിട്ട് പറ്റും. മനസ്സ് പുതുക്കി രൂപാന്തരപ്പെട്ടില്ലെങ്കിൽ ദൈവഹിതം തിരിച്ചറിയാൻ കഴിയാതെ പോകും. പിന്നെ പല സന്ദർഭങ്ങളിലും ജീവിതത്തിലെടുക്കുന്ന തീരുമാനങ്ങളെല്ലാം സ്വാർത്ഥ താല്പര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ആകാം. അതൊക്കെ ആദ്യം നല്ലതായിട്ടൊക്കെ തോന്നുമെങ്കിലും കുറെ കഴിയുമ്പോൾ ഒരുപാട് ക്ലേശിപ്പിക്കുകയും ദുഃഖിപ്പിക്കുകയും ചെയ്യും. അങ്ങനെ പഴയ പുതിയ നിയമത്തിലെ ചരിത്രങ്ങൾ അല്ലെങ്കിൽ ദൈവിക ഉപദേശങ്ങൾ പരിശോധിക്കുമ്പോൾ ആ രീതിയിലൊക്കെ പോയ ആളുകളെ കുറിച്ച് അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ദൈവത്തോടു കൂടിയുള്ള ആ വാസം, ദൈവത്തിൻ്റെ കൂടെ നടക്കുന്ന, ദൈവത്തിൻ്റെ കൂടെ ജീവിക്കുന്ന ആ ജീവിതത്തിൻ്റെ ബോധ്യം നമുക്ക് സന്തോഷം തരും. ഇതൊന്നും ആർക്കും എടുത്തു കളയാനായിട്ട് പറ്റത്തില്ല. ഇത് ഭൗതികമായ ഏതെങ്കിലും കാര്യത്തിന്റെ അടിസ്ഥാനത്തിൽ നിലനിൽക്കുന്നതല്ല. അങ്ങനെയാണ് ശദ്രക്ക്, മേശക്ക്, അബേദ്നഗോ, ദാനിയേല്, ഇവർക്കൊക്കെ എല്ലാം പോയി കഴിയും. യെസക്കിയേല്, യിരെമ്യാവ്, പ്രവാചകന്മാർ, അവർക്കൊക്കെ എല്ലാം പോയി കഴിയും. പക്ഷേ അവരെല്ലാം ദൈവത്തിൽ പ്രത്യാശയും സന്തോഷമുള്ളവരായിട്ട് തന്നെ ജീവിക്കുകയും സാഹചര്യങ്ങൾ ഉണ്ടായി വന്നപ്പോൾ എന്താണ് ദൈവത്തിൻ്റെ ധാർമ്മികത, കാഴ്ചപ്പാട്, ആഗ്രഹം, ആവശ്യം, ഇതൊക്കെ വെളിപ്പെടുത്തി കാണിക്കാനും അവരെ ദൈവം വലിയ വലിയ സദസ്സുകളിൽ അല്ലെങ്കിൽ ആളുകളുടെ, രാജാക്കന്മാരുടെയൊക്കെ മുമ്പിൽ ഉപയോഗിച്ചതായിട്ട് നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പോൾ 4 കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചു സന്തോഷത്തോടുള്ള ബന്ധത്തിൽ. 1 ദൈവസ്നേഹം, 2 കൃപ, 3 ദൈവാനുഗ്രഹങ്ങൾ, 4 വാഗ്ദത്തം, 5 ദൈവത്തോട് ചേർന്നുള്ള ജീവിതം. ഇതിൽ നിന്നും നമുക്ക് വറ്റിപ്പോകാത്ത രീതി ജീവിതത്തിൽ ഉള്ള ഒരു വസ്തുതയാണ് സന്തോഷം എന്ന് പറയുന്നത്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു തൻ്റെ ശിഷ്യന്മാരെ പ്രബോധിപ്പിച്ചപ്പോൾ എല്ലാ പ്രതിസന്ധികളെയും, എല്ലാ നിരാശകളെയും, എല്ലാ ബുദ്ധിമുട്ടുകളെയും വിശ്വാസത്താലും ദൈവാശ്രയത്താലും തരണം ചെയ്ത് സന്തോഷമുള്ളവരായി ജീവിക്കുവാനായിട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. കാരണം അങ്ങനെ പറയാൻ കാരണം, യേശു കർത്താവ് ഈ ശിഷ്യന്മാരെ കുറിച്ച് അല്ലെങ്കിൽ തന്നിൽ വിശ്വസിക്കുന്ന ആളുകളെ കുറിച്ച് വ്യാഖ്യാനിച്ചിരിക്കുന്നത് സാധാരണ രീതിയിലാണ്. കർത്താവ് പറയുന്നു, നിങ്ങൾ ഭൂമിയുടെ ഉപ്പ്, ലോകത്തിന്റെ വെളിച്ചം. നിങ്ങളുടെ നല്ല പ്രവൃത്തികളെ കണ്ട് സ്വർഗസ്ഥനായ പിതാവിനെ മറ്റുള്ളവർ മഹത്വപ്പെടുത്തട്ടെ. അങ്ങനെ പല രീതിയിൽ ഈ ശിഷ്യന്മാരുടെ ആ യോഗ്യത, അവരുടെ ഗുണസവിശേഷതകൾ ഒക്കെ സമൂഹം തിരിച്ചറിയുന്നതിന് വേണ്ടി അവരെ കർത്താവ് സമൂഹത്തിന് മുമ്പാകെ പരിചയപ്പെടുത്തുന്നു. അപ്പോൾ അവരെ കുറിച്ച് ലോകത്തോട് പറയുകയാണ്, ഭൂമിയുടെ ഉപ്പാണ്. അങ്ങനെയാണ് അവരെ പരിചയപ്പെടുത്തിയത്. ഈ ലോകത്തിന്റെ വെളിച്ചമാണ്. അങ്ങനെയാണ് അവരെ പരിചയപ്പെടുത്തിയത്. അതിന്റെ ഭാഗമാണ് നാം ഓരോരുത്തരും. അവരന്ന് അങ്ങനെ ആയിരുന്നെങ്കിൽ ഇന്ന് ഈ കാലഘട്ടത്തിൽ കർത്താവ് പറഞ്ഞ ആ തിരുവചനത്തിന്റെ ആ യാഥാർത്ഥ്യം, വസ്തുത, അതിന്റെ സത്യം, അതൊക്കെ അർത്ഥവത്തായിട്ട് നടത്തിയെടുക്കാനായിട്ട് ദൈവം വെച്ചിരിക്കുന്ന ആളുകളാണ് നാം ഓരോരുത്തരും എന്ന് മറന്നു പോകരുത്. എപ്പോഴും നിരാശയും വിഷമവും പ്രയാസവും സങ്കടവും മാത്രം പറഞ്ഞുകൊണ്ട് ഇരിക്കാതെ
അതൊക്കെ ഉള്ളപ്പോഴും അതിനെ അതിജീവിക്കാൻ കഴിയുന്ന കരുത്ത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ആത്മനിറവിന്റെ ഭാഗമായി നമ്മുടെ ഉള്ളിൽ വെച്ചിരിക്കുന്നത് കൊണ്ടും ആത്മാവിന്റെ ഫലം പുറപ്പെടുവിച്ച് ജീവിക്കാൻ പറ്റുന്ന ഒരു ജീവിതം നമുക്ക് നൽകിയത് കൊണ്ടും ആ ജീവിതം കൊണ്ട് സന്തോഷത്തോടെ മേൽപ്പറഞ്ഞ സകലതിനെയും മറികടന്ന് ജീവിക്കാൻ ദൈവം നമ്മളെ സഹായിക്കും. മൂന്നാമത്തത് പീസ്, സമാധാനം എന്നാണ്. അത് കർത്താവ് ഗിരിപ്രഭാഷണത്തിൽ പറഞ്ഞത് നാം പഠിച്ചിട്ടുണ്ട്. സമാധാനം ഉണ്ടാക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ, അവർക്ക് ദൈവം വലിയ അനുഗ്രഹങ്ങൾ, നന്മകൾ ഒക്കെ ചെയ്യും, അവർ ദൈവപുത്രന്മാർ എന്ന് വിളിക്കപ്പെടും. അപ്പൊ സമാധാനം ഉണ്ടാകുന്നവരല്ല, സമാധാനം ഉണ്ടാക്കുന്നവർ. ഇവിടെ പറയുന്നു സമാധാനം എന്ന് പറയുമ്പോൾ ഈ ആത്മാവിന്റെ ഫലത്തിന്റെ ഭാഗമായിട്ട് ഉണ്ടാകുന്ന ആ സമാധാനം എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിക്ക് ദൈവത്തോടും മനുഷ്യരോടുമുള്ള ശരിയായ ബന്ധത്തിൽ നിന്നാണ് സമാധാനം ഉണ്ടാകുന്നത്. ദൈവത്തോടുള്ള ശരിയായ ബന്ധം, അനുരഞ്ജനം, റെക്കൺസിലേഷൻ. അതുപോലെ തന്നെ മനുഷ്യനോടും ശരിയായ ബന്ധം. ദൈവത്തോട് ബന്ധമുണ്ട്, മനുഷ്യനോട് ബന്ധമില്ല. അപ്പം സമാധാനപരമായ ജീവിതം നയിക്കാൻ കഴിയത്തില്ല. മനുഷ്യനോട് മാത്രം ദൈവത്തോട് ബന്ധമില്ല. അവിടെയും ചില പ്രയാസങ്ങൾ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ദൈവത്തോട് ബന്ധമുള്ളവരായി ജീവിക്കുക, നല്ല ബന്ധം. ദൈവത്തോട് നമുക്ക് നല്ല ബന്ധം സ്ഥാപിക്കാനായിട്ട് ദൈവം തന്നിരിക്കുന്നത് തിരുവചനമാണ്. അപ്പൊ തിരുവചനം പറയുന്ന കാര്യങ്ങൾ അനുസരിച്ച് ദൈവത്തോട് നല്ല ബന്ധം പുലർത്തുന്നവരാകുമ്പോൾ മറ്റുള്ളവരോടും നല്ല ബന്ധമുള്ളവരായി ജീവിക്കാൻ കഴിയും. അങ്ങനെയുള്ള ജീവിതത്തിന്റെ രീതിയിൽ നിന്നും വരുന്ന ഒരു സൽഗുണമാണ് ഈ സമാധാനം എന്ന് പറയുന്നത്. അങ്ങനെയുള്ള ജീവിതത്തിന്റെ രീതിയിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന ഒരു ഗുണം, അതാണ് സമാധാനം എന്ന് പറയുന്നത്. അത് നമ്മുടെ കർത്താവ് നമ്മുടെ ഉള്ളിൽ ആക്കി വെച്ചിട്ടുണ്ട്. ഇനി അതിൻ്റെ പ്രായോഗിക പാഠത്തിലേക്ക് നാം പ്രവേശിച്ചാൽ മതി. ദൈവത്തെക്കുറിച്ച് പറയുന്നതും സമാധാനത്തിന്റെ ദൈവമെന്നാണ്. സമാധാനത്തിന്റെ ദൈവമെന്നാണ് ദൈവത്തെക്കുറിച്ച് പറയുന്നത്. ആ സമാധാനത്തിന്റെ ദൈവമാണ് നമ്മുടെ ഉള്ളിൽ വസിക്കുന്നത്. ആ സമാധാനത്തിന്റെ ദൈവമാണ് നമ്മുടെ സഭയുടെ നാഥനായിട്ടിരിക്കുന്നത്. ആ സമാധാനത്തിന്റെ ദൈവമാണ് നാം ഒക്കെ പാർക്കുന്ന രാജ്യങ്ങളിലും സ്ഥലങ്ങളിലും ഒക്കെ നമ്മെ ആക്കി വെച്ചിരിക്കുന്നത്. ആ സമാധാനത്തിന്റെ ദൈവം നമ്മിൽ നിന്നും പ്രതീക്ഷിക്കുന്നതും മറ്റുള്ളവരോട് സമാധാനത്തോടെ ജീവിക്കുക എന്നുള്ള, സമാധാനത്തോടെ അവരെ സ്നേഹിക്കുക, അവരെ കരുതുക, അവരുടെ ബലഹീനതകൾ ക്ഷമിക്കുക. അങ്ങനെ സമാധാനത്തോട് അവരോട് നല്ല ഒരു ബന്ധം പുലർത്തി ദൈവത്തിന് മഹത്വം ഉണ്ടാകത്തക്ക രീതിയിൽ ജീവിക്കുക എന്ന കൂടി ഈ പ്രബോധനത്തിന് പിന്നിൽ ഉണ്ട്. അപ്പൊ ദൈവത്തോടും മനുഷ്യനോടും നല്ല ബന്ധം പുലർത്തിയുള്ള ആ ജീവിതത്തെയാണ് ഇവിടെ സമാധാനമുള്ള ജീവിതം എന്ന് പറയുന്നത്. അതല്ലാതെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളാൽ സമാധാനം കൃത്രിമമായി ഉണ്ടാക്കിയെടുക്കാൻ പരിശ്രമിച്ചാൽ ചില കാര്യങ്ങൾക്കൊക്കെ കുറച്ച് സമയത്തേക്ക്, കുറച്ച് നിമിഷത്തേക്കൊക്കെ സമാധാനം തരാൻ കഴിയുമെങ്കിലും അതൊന്നും ഒരു വലിയ സമാധാനമായി എന്നും ജീവിതത്തിന് കൂടെ കാണണമെന്ന് നിർബന്ധമില്ല. പക്ഷേ ഈ സമാധാനം അങ്ങനല്ല, ഇതെപ്പോഴും നമ്മുടെ ജീവിതത്തിലുണ്ട്. മരണത്തിന് മുമ്പിലും ഇതുണ്ട്. അതുകൊണ്ടാണ് പഴയ പുതിയ നിയമ ഭക്തന്മാരുടെയൊക്കെ ജീവിതം പരിശോധിക്കുമ്പോൾ മരണത്തിന് മുമ്പിലും അവർ ഭയപ്പെട്ടവരല്ല, നിരാശപ്പെട്ടവരല്ല, പരാജയപ്പെട്ടു പോയില്ലോ എന്ന് ഓർത്ത് ഏങ്ങി കരഞ്ഞല്ല അവരെ ജീവനെ വിടിഞ്ഞ് സമാധാനത്തോടും ധൈര്യത്തോടും കൂടി അവർ ഈ ലോകത്തിൽ കർത്താവിനെ മഹത്വപ്പെടുത്തി ഈ ലോകത്തിൽ നിന്നും പോയി. അത് നമ്മുടെ പല ആളുകളുടെയും ജീവിതത്തിൽ കാണുന്നുണ്ട്. അത് താഴോട്ട് വരുന്ന ഭാഗത്ത് നമ്മൾ പഠിക്കും. സ്തെഫാനോസിനെ പോലുള്ളവരെയൊക്കെ അങ്ങനെയാണ് കാണുന്നത്. ഭയപ്പെട്ടോ നിരാശപ്പെട്ടോ ഇങ്ങനെ ഒരു അവസ്ഥ സംഭവിച്ചല്ലോ എന്നോർത്ത് അലറിക്കരഞ്ഞോ അല്ല ജീവനെ വിട്ടത്. സമാധാനത്തോടും ധൈര്യത്തോടും കൂടി
യേശുവിന് മഹത്വം കരയേറ്റി ദൈവത്തെ മഹത്വപ്പെടുത്തി ഈ ഭൂമിയിൽ നിന്നും പോവുകയാണ് ചെയ്തത്. അപ്പൊ അത് സമാധാനത്തിന്റെ ഏറ്റവും ഉയർന്ന ഭാഗമാണ്. കർത്താവിന് വേണ്ടി ജീവിക്കുന്നു, കർത്താവ് പറയുന്നത് ചെയ്യുന്നു, കർത്താവ് ആഗ്രഹിക്കുന്നതൊക്കെ ചെയ്യാൻ ജീവിതത്തെ ചിട്ടപ്പെടുത്തിയെടുക്കുന്നു, കർത്താവിന് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ മാറ്റിക്കളയാൻ ജീവിതം കർത്താവിന്റെ സന്നിധിയിൽ പൂർണ്ണമായി സമർപ്പിക്കുന്നു, പരിവർത്തനത്തിന് വിധേയമാക്കുന്നു. ഇതെല്ലാം ചെയ്യുമ്പോഴാണ് ആ സമാധാനം എന്ന് പറയുന്ന വസ്തുത യാഥാർത്ഥ്യമായ ജീവിതത്തിൽ അതിൻ്റെ പ്രവൃത്തി ചെയ്തുകൊണ്ടേയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് പ്രശ്നങ്ങളോ പ്രതികൂലങ്ങളോ പ്രതിസന്ധികളോ എന്തു തന്നെ വന്നാലും നിരാശയും ഭയവുമില്ല. സമാധാനത്തോടെ അതിനെ നേരിട്ട് അതിജീവിക്കാനുള്ള ദൈവകൃപയും ബലവും ഉണ്ടാകും. അതാണ് ആത്മാവിൻ്റെ ഫലത്തിലെ മറ്റൊരു ഭാഗം. ഇനിയും അടുത്ത ക്ലാസ്സിൽ ബാക്കി ഭാഗങ്ങളിലൂടെ ചിന്തിക്കണം. അതിന് ദൈവം നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ. കർത്താവെ അവിടുന്ന് ബലപ്പെടുത്തണമേ, സൂക്ഷിക്കണമേ, സമാധാനത്തോടെ ജീവിക്കാൻ കൃപ തരണം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ.